നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ പേര് SNA ഷാഹു എന്നാക്കണം. MM കബീർ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ പേര് SNA ഷാഹുൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നാക്കണമെന്ന് വഴിയോര കച്ചവടക്കാരുടെ സംഘടനയായ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MM കബീർ പറഞ്ഞു. SNA ഷാഹു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് ആയിരുന്നു ആദ്യത്തെ നഗരസഭ ചെയർമാൻ. ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥലമാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് നൽകിയിട്ടുള്ളതെന്ന് പറയുന്നു. പാലക്കാട്ടെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത്. ഹരിഹരപുത്ര വിലാസം ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം മുതൽ ആ പ്രദേശം മുഴുവൻ SNAക്കാരുടേത് ആയിരുന്നു. SNA ബസ് സ്റ്റാൻഡ് ആയിരുന്നു ഇത്. ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉടമ ഹസൻ മുഹമ്മദ് റാവുത്തർ സംഭാവനയായി നൽകിയ സ്ഥലത്തായിരുന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശത്തെ അവരുടെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ വാടക ഹസൻ മുഹമ്മദ് റാവുത്തറുടെ മക്കളായ അബ്ദുൽ ഖാദർ, സുൽത്താൻ എന്നിവരുടെ മക്കളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. 1960 മരിച്ചുപോയ AR മേനോൻ നൽകിയ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന പാർക്ക് പോലെ പാലക്കാട്ടെ പ്രമുഖ മുസ്ലിം കുടുംബാംഗമായ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ SNA ഷാഹുവിൻ്റെ നാമധേയത്തിൽ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിലനിർത്തണമെന്ന് പറയുന്നു. കാരണം ആ കുടുംബത്തിൻ്റെ 2-3 തലമുറകൾ ജീവിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലാണെന്ന് MM കബീർ പറയുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ അനൗദ്യോഗികമായി മുൻ മന്ത്രിയുടെ നാമകരണം നടത്തിയത് ശരിയായില്ലെന്നും അതുപോലെ തന്നെ പാലക്കാട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടി മഹാത്മാഗാന്ധിയുടെ പേര് വയ്ക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ പാലക്കാട്ടെ വഴിയോര കച്ചവടക്കാരുടെ സംഘടനയായ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് പാലക്കാട്ടെ ആദ്യത്തെ ബസ് സ്റ്റാൻഡിൻ്റെ നാമകരണം പാലക്കാട്ടെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന SNA ഷാഹുവിൻ്റെ പേരിലായിരിക്കണമെന്നാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MM കബീർ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇത് ശരിയാണെങ്കിൽ ഒരു ചരിത്രം തന്നെയായിരിക്കും പുതുതലമുറയ്ക്ക് നൽകുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന ചെയർമാനും അതിനുശേഷം ഉണ്ടായിരുന്ന ചെയർമാനും, എന്നാൽ ഇത് ഔദ്യോഗികമായി ഈ സ്ഥലം കൈമാറിയ ഷാഹു എന്ന വ്യക്തിയാണ് ഇതിൻ്റെ ആദ്യ ചെയർമാൻ. മുനിസിപ്പാലിറ്റിയുടെ ആദ്യ ചെയർമാൻ എന്നുള്ളതും ശ്രദ്ധേയമാണെന്ന് അവരുടെ പിൻതലമുറക്കാർ പറയുന്നു. എന്തായാലും ചരിത്ര അന്വേഷികൾ ഇതേക്കുറിച്ച് ഒരു ചരിത്ര പഠനം നടത്തേണ്ടത് അനിവാര്യമാണെന്നും MM കബീർ പറഞ്ഞു. നിലവിൽ കിട്ടിയ വിവരമനുസരിച്ചാണ് ഇങ്ങനെ SNA ഷാഹു എന്ന പേര് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ചരിത്രത്തിൻ്റെ ഏടുകൾ പിന്നോക്കം മറച്ചു നോക്കി ഇതിലേതാണ് സത്യം ഏതാണ് കൃത്യം എന്നുള്ളത് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. എന്തായാലും ഈ പിൻതലമുറക്കാർ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളും സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും ഇവിടെയുണ്ടെന്നും അവയുടെ വാടക കൃത്യമായി വാങ്ങാൻ കോയമ്പത്തൂരിൽ നിന്നും എത്തുന്നുണ്ടെന്നും MM കബീർ വെളിപ്പെടുത്തിയത് ഒരു കാര്യമായ ഒരു സംഭവം തന്നെയാണ്. അത് നമുക്ക് 22-ാം തീയതി ഇന്നലെ പാലക്കാട് വളരെ വിവാദമായിരുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ പുനർനിർമ്മാണത്തിന് ശേഷമുള്ള ഉദ്ഘാടനം പാലക്കാടിൻ്റെ ബഹുമാന്യനായ MP ശ്രീ VK ശ്രീകണ്ഠൻ നിർവഹിക്കുകയും പ്രസ്തുത യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു ചെറിയ പ്രശ്നം അവിടെ പൊന്തി വരികയുണ്ടായി. ഒന്ന്, ഔദ്യോഗികമല്ലാത്ത ആളുകൾ ഇത്
ശ്രീ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പേരിൽ നാമകരണത്തിന്റെ പേരിലുള്ള ബസ് സ്റ്റാൻഡ് ആണെന്നും അല്ല, മറിച്ച് വേറൊരു പാലക്കാട്ടെ രാഷ്ട്രീയ പാർട്ടി ഇത് മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുകയും ചെറിയ കശപിശ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭമുണ്ടായി. ആ തരുണത്തിലാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത്. കാരണം ആ സ്ഥലം പാലക്കാട്ടെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ SNA സാഹു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ്, ദ ഫസ്റ്റ് മുനിസിപ്പൽ ചെയർമാൻ ഓഫ് പാലക്കാട്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ആ കുടുംബത്തിൽപ്പെട്ട SA ബസിന്റെ ബസ് സ്റ്റാൻഡ് ആയിരുന്നു ഇപ്പോ ആ ബസ് സ്റ്റാൻഡിന്റെ ഇങ്ങേയറ്റമുള്ള ഹരിഹര പുത്രവിലാസ് എന്ന ഹോട്ടൽ, ബോംബെ ഡൈയിങ്. അവിടുന്ന് തുടങ്ങിയാൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലത്തിന്റെ ഉടമ SA ബസിന്റെ ഇപ്പോ ഒരു ഒറ്റ സർവീസ് മാത്രം കോയമ്പത്തൂർ പാലക്കാട് നടത്തുന്ന SA ബസിന്റെ ഉടമ ഹസൻ മുഹമ്മദ് റാവുത്തർ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ 2 മക്കൾ, അബ്ദുൽ ഖാദർ മൂത്താൾ, രണ്ടാമത്തെ ആൾ സുൽത്താൻ, രണ്ടാളും മരണപ്പെടുകയും അവരുടെ 2 ആളുടെ മക്കളാണ് ഇന്നും ഈ മിനിറ്റ് വരെ ഹരിഹരപുത്ര വിലാസ് തൊട്ട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള കടകളുടെ വാടക വാങ്ങുന്നത്. കോയമ്പത്തൂരിൽ നിന്നും വാങ്ങി മാസം തോറും അവരാണ് അനുഭവിച്ചു വരുന്നത്. അന്ന് മുനിസിപ്പാലിറ്റിക്ക് സൗജന്യമായി കൊടുത്ത സ്ഥലമാണ്, ഹസൻ മുഹമ്മദ് റാവുത്തർ കൊടുത്ത സ്ഥലമാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, മഹാത്മാഗാന്ധി ആദരണീയമാണ്, മഹാത്മാവാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി മതേതര പ്രധാനമന്ത്രിയാണ് BJPയുടെ. രണ്ടുപേരെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതോടും ഒപ്പം പാലക്കാടിന്റെ പൈതൃകം നിലനിർത്തുന്ന പേരാണ് SNA സാഹു. അപ്പോ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ള നാമകരണം SNA സാഹു ബസ് സ്റ്റാൻഡ് എന്നാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ആ കുടുംബത്തിന്റെ പൈതൃകം, ആ കുടുംബത്തിന്റെ 3-ാം തലമുറ ഇന്നും ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ പല സ്ഥാപനങ്ങളും ഇന്നും ഈ മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട്. അവരുടെ ശബ്ദം, അവരുടെ ഓർമ്മ, നിങ്ങൾ AR മേനോൻ പാർക്ക് നിലനിർത്തി 1960-ൽ മേനോൻ മരിച്ചു. മേനോന്റെ കുടുംബാംഗങ്ങൾ സൗജന്യമായി നൽകി. AR മേനോന്റെ പേരിട്ടു. മിഷൻ സ്കൂളിന്റെ മുമ്പിൽ ഒരു പാർക്ക് വന്നു, അത് ആ മേനോന്റെ പേരിട്ടു. ഇത് എന്തുകൊണ്ട് ആ സ്ഥലം സംഭാവനയായി നൽകുകയും ഇന്നും ആ കുടുംബത്തിന്റെ വേരുകൾ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അകത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആ സംഭാവന ചെയ്ത SNA, ദ ഫസ്റ്റ് മുനിസിപ്പൽ ചെയർമാൻ ഓഫ് പാലക്കാട്, അദ്ദേഹത്തിന്റെ നാമകരണത്തിൽ ആ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കണം എന്നതാണ് ഈ പാലക്കാടിന്റെ ജനതയുടെ വികാരം, ആ കുടുംബത്തിന്റെ വികാരം. ഇത് ബഹുമാനപ്പെട്ട പാലക്കാട് മുനിസിപ്പാലിറ്റി അംഗീകരിക്കണമേ എന്നതാണ് ഞങ്ങളുടെ അപേക്ഷ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.